ശരി, നമുക്ക് നേരെ ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിലെ പുകമഞ്ഞും വായുമലിനീകരണവും എന്നും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പാർലമെന്റിൽ അടക്കം ഉയർത്തിയെങ്കിലും അതിലൊന്നും ഒരു വലിയ പ്രതീക്ഷ വെക്കേണ്ട. പക്ഷേ അവിടെ ഡൽഹിയിൽ ശക്തമായ പുകമഞ്ഞാണ്. കാഴ്ച പരിധി ഇപ്പോൾ 0-ആണ്. അതായത് ഒന്നും കാണാത്ത അവസ്ഥയാണ്. വായു ഗുണനിലവാര സൂചിക 500-ന് മുകളിലാണ്. പുകമഞ്ഞിനെ തുടർന്ന് UP-യിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ആഗ്ര ഡൽഹി എക്സ്പ്രസ് ഹൈവേയിലാണ് അപകടത്തിൽ 2 പേർ മരിച്ചു. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, കാഴ്ച പരിമിതി 0-ലാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പുകമഞ്ഞ് നിറഞ്ഞ ഒരവസ്ഥയിലാണ്. ഈ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാർലമെന്റിലടക്കം വന്നിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകുന്നില്ല. അതിനപ്പുറം ഭീതിപ്പെടുത്തുന്നതാണ് ഈ റോഡ് അപകടങ്ങളും. ജിൽസി സേവിയൻ, തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ രീതിയിൽ പുകമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയും സമീപ പ്രദേശങ്ങളിലും വലിയ തോതിലാണ് പുകമഞ്ഞും അതോടൊപ്പം തന്നെ വായു മലിനീകരണ തോതും ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഡൽഹിയുടെ അതായത് ഡൽഹിയും അതോടൊപ്പം തന്നെ ഡൽഹിക്ക് സമീപമുള്ള മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ യമുന എക്സ്പ്രസ് ഹൈവേയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 3 വാഹനങ്ങളാണ് ഇടിച്ചത്. അതായത് ഈ പുകമഞ്ഞ് കാരണം വാഹനങ്ങളുടെയൊക്കെയും കാഴ്ചപരിധി 0-ലെത്തിയിരുന്നു. അത്തരത്തിലൊരു അപകടം ഉണ്ടായെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ അല്പസമയം മുൻപാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ വരികയാണ്. എന്തായാലും 4 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ 100 പേരോളമാണ് ഈ വാഹനങ്ങൾ, അതായത് ബസ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ട്രക്ക് ഉണ്ടായിരുന്നു, മറ്റു ചില വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം 2 വാഹനങ്ങൾ ഇടിക്കുകയും പിന്നീട് ഇതിന്റെ പിന്നാലെ വന്ന മറ്റു വാഹനങ്ങൾ തമ്മിലെല്ലാം കൂട്ടിയിടിക്കുകയായിരുന്നു. അതായത് ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. യമുന ഡൽഹി എക്സ്പ്രസ് വേ ആണ്. അത്തരത്തിൽ വലിയ തോതിൽ അപകടങ്ങൾ നടക്കുന്ന മേഖലയിൽ ഇപ്പോൾ ഈ ഒരു പുകമഞ്ഞ് കാരണം ഈ വാഹനങ്ങൾക്കൊക്കെയും വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഡ്രൈവർമാർ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. 4 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹിയുടെയും അതോടൊപ്പം തന്നെ ഡൽഹിക്ക് സമീപമുള്ള ഉത്തർപ്രദേശ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സമീപ പ്രദേശങ്ങളും പുകമഞ്ഞ് വ്യാപകമായി തുടരുകയാണ്. ഡൽഹിയിലെ മിക്ക സ്ഥലങ്ങളിലും വായു ഗുണനിലവാര തോത് ഇപ്പോൾ 500-ന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗാസിയാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇത് 600 പിന്നിട്ടിരിക്കുന്നത്. ഡൽഹിയിലെ ജനങ്ങൾ വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. പാർലമെന്റിൽ MP-മാർ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾക്ക് വരുന്നതിൽ വലിയ തോതിൽ പാർലമെന്റ് തന്നെയാണ്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് വലിയൊരു വിഷമ ഘട്ടത്തിലാണ് ഡൽഹി നിവാസികൾ. 0 എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ്. ഏത് നിമിഷവും റോഡിൽ അപകടങ്ങളുണ്ട്. ഇപ്പൊ തന്നെ 4 പേർ മരിച്ചു. അതെ.